എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പൂജ. ഇന്ന് നമ്മൾ വീണ്ടും ഓർമ്മയിലെ സ്വാദുകൾ എന്നുള്ള സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് എനിക്ക് നല്ല ഓർമ്മയുള്ള അമ്മയുടെ തട്ടിക്കൂട്ട് സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം. അതായത് ലാലയുടെ ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം മെനക്കെടില്ലാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 5 മിനിറ്റ് മതി ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വേഗം പറഞ്ഞുതരാം. പക്ഷെ അതിന് മുൻപ് വേഗം നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ബി സോ ഹാപ്പി. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് വേഗം അടുക്കളയിലേക്ക് പോവാം, എന്നിട്ട് ഉണ്ടാക്കാം തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 തക്കാളിയും 2 സവോള എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് മുറിച്ച് എടുക്കുക. ഇത് രണ്ടുമാണ് നമ്മുടെ സാമ്പാറിലെ ആകെയുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സാമ്പാർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ സവോള ആദ്യം ഇടാം. സവോള ഒന്ന് വാടിയാൽ മതി, ചോക്കൊന്നും വേണ്ട. അപ്പോൾ അതിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ തക്കാളിയും കൂടി ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ മതി. വേറെ ആയിട്ട് ഈ ഒരു സവോള ഒന്ന് ചുമക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ തക്കാളി ഇടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാം നമ്മൾ ഒരുമിച്ചങ്ങ് ആഡ് ചെയ്യുകയാണ്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും അതും അങ്ങ് ആദ്യം ഇട്ട് കൊടുക്കുക. പച്ചമുളക് കീറിയിടുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റേജിലുള്ള മസാലകളൊക്കെ കഴിഞ്ഞു. പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇനി വല്ലാത്ത സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറല്ലേ, സിമ്പിൾ സാമ്പാർ. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഇത് വല്ലാതെ ഉടഞ്ഞു പോകുകയൊന്നും വേണ്ട, മൊരിഞ്ഞു പോവുകയും വേണ്ട. ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും ഇതെല്ലാം. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ ഈ വെജിറ്റബിൾസിൽ നിന്നൊക്കെ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു പരുവായി കഴിയുമ്പോൾ തന്നെ നമുക്ക് സാമ്പാർ പൊടി ഇതിലേക്ക് ഇടാം. ഇപ്പം നിങ്ങൾ ഏത് സാമ്പാർ പൊടിയാണോ ഉപയോഗിക്കുന്നത് ആ സാമ്പാർ പൊടി ഇട്ടാൽ മതി. അത് 2-3 സ്പൂൺ ഇടാം. ഞാനിവിടെ 2 സ്പൂൺ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ലൈറ്റായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അമ്മ സാധാരണ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി അധികം ഉണ്ടാവാറില്ല, കുറച്ച് ലൈറ്റായിട്ട് തന്നെയാണ് നിൽക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക അത്യാവശ്യത്തിന്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അടയ്ക്കാതെ തന്നെ തിളപ്പിച്ചെടുക്കുകയോ ചെയ്യാം. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പ് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ കൂട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. സംഭവം റെഡിയാണ്. കുറച്ച് വെള്ളമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറുകി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് ലഞ്ചോ ഡിന്നറോ റെഡി ആക്കേണ്ടി വരുമ്പോഴോ ഒക്കെ ടെൻഷൻ അടിക്കണ്ട, ഈ തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, നല്ല ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ചോറിൻ്റെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ സംഭവം കിഡിലൻ കോമ്പിനേഷനാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഈ തട്ടിക്കൂട്ട് സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത് 2020 നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2021 അപ്പോൾ ഈ 2020 ഉണ്ടായിട്ടുള്ള എല്ലാവിധ ടെൻഷൻസും സ്ട്രെസ്സുകളും പ്രോബ്ലംസും ഒക്കെ നമുക്കങ്ങ് മറന്നിട്ട് 2021 വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് കാലെടുത്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും a very happy new year.